കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സുധീഷിൻ്റെ കാര്യം ചോദിച്ച് സുഭാഷേട്ടനെ കുറ്റപ്പെടുത്തിയതിൽ ഹരീഷ് സുഭാഷിനോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. സുധീഷും സഹോദരങ്ങളോടെല്ലാം തൻ്റെ സങ്കടങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് മാപ്പ് ചോദിക്കുമ്പോഴേക്കും എല്ലാവരും ആകെ ഇമോഷണൽ ആവുന്നുണ്ട്. രാവിലെ വൈകി ഉണർന്ന സുഭാഷ് കൂടെ കിടക്കുകയായിരുന്ന അനിയന്മാരെയെല്ലാം വിളിച്ചുണർത്തുന്നുണ്ട്. നിധി അപ്പോഴേക്കും എഴുന്നേറ്റ് അങ്ങോട്ടെത്തിയിരുന്നു. നികേഷും ഹരീഷും വേഗം എഴുന്നേറ്റ് പോകുന്നുണ്ടെങ്കിലും സുധീഷ് അവിടെ തന്നെ കിടപ്പാ. സുഭാഷ് വീണ്ടും അവനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് എണീക്കാൻ തുടങ്ങുമ്പോഴേക്കും മുന്നിൽ നിൽക്കുന്ന നിധിയെ കണ്ട് ഇയാൾ രാത്രി ഉറങ്ങിയില്ലേ, നല്ല ഉറക്കക്ഷീണമുണ്ടല്ലോ കണ്ണിലെന്ന് ചോദിച്ച് സുധീഷും അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. സുഭാഷും എല്ലാവരും കിടന്ന പായും വിരിപ്പും തലയണുമെല്ലാം എടുത്തു വെക്കുമ്പോഴേക്കും 3 പേരും മുഖം കഴുകിക്കൊണ്ട് അങ്ങോട്ടെത്തുന്നുണ്ട്. അപ്പോഴേക്കും അവരുടെ അച്ഛൻ ഭാസ്കരനും അകത്തേക്ക് കയറി വന്ന് അന്ന് താൻ കൊണ്ടുവച്ച ആ കല്യാണ ഫോട്ടോ ചുമരിന്ന് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അത് കാണെ എല്ലാവരും ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും നിധിയും അകത്തോട്ട് കയറി പോവുകയാ. അനിയന്മാർ ഉമ്മറത്തേക്കും സുഭാഷ് അടുക്കളയിലേക്കും പോകുമ്പോഴേക്കും സുധീഷും ആകെ ടെൻഷനോടെ അവിടെ തന്നെ നിൽപ്പാ. ഉമ്മറത്തെ കട്ടിലിൽ ചെന്നിരുന്ന ഭാസ്കരനും ആ ഫോട്ടോ ടെൻഷനോടെ നോക്കിക്കൊണ്ട് നശിപ്പിക്കാൻ കഴിയാതെ ആ ഫോട്ടോ തന്റെ കട്ടിലിന് താഴെ തന്നെ വെക്കുന്നുണ്ട്. പിന്നീട് ടെൻഷനോടെ ഡൈനിങ് ഹാളിലിരിക്കുന്ന സുധീഷിനെയും ഹരീഷിനെയും നികേഷിനെയുമാണ് കാണിക്കുന്നത്. സുഭാഷ് അവർക്ക് 3 പേർക്കും ചായ കൊണ്ടു കൊടുക്കുമ്പോഴേക്കും നിധിയും അങ്ങോട്ട് എത്തുകയാ. സുഭാഷ് അവൾക്കും ഒരു ചായ കൊടുക്കുമ്പോൾ അവളും താങ്ക്സ് പറയുന്നുണ്ട്. അത് കേൾക്കെ സുഭാഷും ഒന്നും മിണ്ടാതെ അടുക്കളയിലേക്ക് പോവാൻ തുടങ്ങുമ്പോഴേക്കും എന്നോട് സംസാരിക്കില്ലെന്ന് തീരുമാനിച്ചോ എന്ന് ടെൻഷനോടെ നിധിയും ചോദിക്കുന്നുണ്ട്. എഴുന്നേറ്റപ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നതാ, എന്താ എന്നോട് ഇനി ആരും മിണ്ടില്ലെന്ന് ഉറപ്പിച്ചതാണോ എന്നവൾ ചോദിക്കുന്നത് കേൾക്കെ നികേഷും പെട്ടെന്ന് പൊട്ടിക്കരയുകയാ. നിധിയും നികേഷിനോടായി നികേഷേ എന്താടാ ഇത്, എന്തിനാ കരയുന്നേ എന്ന് ചോദിക്കുമ്പോൾ അവനും കണ്ണീരെല്ലാം തുടച്ചുകൊണ്ട് എഴുന്നേറ്റ് നിധിയുടെ അടുത്തേക്ക് ചെന്ന് ഏട്ടത്തിക്ക് പോവാതിരുന്നൂടെ എന്ന് ചോദിക്കുന്നത് കണ്ട സുഭാഷും നികേഷേ എടാ അങ്ങനൊന്നും ചോദിക്കരുതെന്ന് അവനെ വഴക്കു പറയുന്നുണ്ട്. നികേഷ് വീണ്ടും നിധിയോടായി പ്ലീസ് ഏട്ടത്തി പോയാ ഈ വീട് പഴയതുപോലെ തന്നെ ആവും, പ്ലീസ് പോവാതിരുന്നൂടെ, ഇതൊരു നുണക്കഥയാണെന്നും എനിക്കറിയില്ലായിരുന്നു ഏട്ടത്തി വന്നപ്പോ എനിക്കൊരു അമ്മ വന്നതുപോലെയാ തോന്നിയത്. ഇത്രയും കാലം ഈ വീടൊരു നരകമാണെന്നാ ഞാൻ വിശ്വസിച്ചിരുന്നത്. ആ തോന്നല് മാറിയത് ഏട്ടത്തി വന്നപ്പോഴാ. പ്ലീസ് ഏട്ടത്തി ദയവ് ചെയ്ത് പോവാതിരുന്നൂടെ എന്ന് നികേഷ് വീണ്ടും ചോദിക്കുന്ന കേട്ട് സുഭാഷും നികേഷേ എടാ നീ വെറുതെ നിധിയെ വിഷമിപ്പിക്കല്ലേ എന്ന് വഴക്ക് പറയുമ്പോ നികേഷ് വീണ്ടും പൊട്ടിക്കരയുകയാ. അത് കാണെ സുധീഷും എഴുന്നേറ്റ് ചെന്ന് അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോ ഏടത്തിയോട് പറയേട്ടാ പോവല്ലേന്ന് എന്ന് നികേഷും സങ്കടത്തോടെ പറയുന്നുണ്ട്. എല്ലാം കേട്ടോണ്ട് നിന്ന ഹരീഷും ഏട്ടത്തി പോയാ വീണ്ടും നാട്ടുകാരെ പഴയതുപോലെ പറയുമെന്ന് പേടിച്ചിട്ടല്ല. നിങ്ങൾ വന്നതിന് ശേഷം നികേഷ് എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടോന്ന് ഞങ്ങൾ കണ്ടതാ. ഈ വീടിനെ പറ്റി എപ്പോഴും ഓർത്ത് വിഷമിച്ചോണ്ടിരുന്നവൻ ചിരിക്കുന്നത് കണ്ടത് തന്നെ ഈ അടുത്ത കാലത്താ. അല്ല ആ സന്തോഷം കെട്ടുപോകരുതെന്ന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് ഏട്ടത്തി എന്ന് ഹരീഷ് പറയുമ്പോൾ എല്ലാരും കൂടി എന്നെ കരയിപ്പിക്കരുത് എന്ന് നിധിയും സങ്കടത്തോടെ പറയുന്നുണ്ട്. ഹരീഷ് അവളുടെ അടുത്തേക്ക് നടന്നു ചെന്ന് ഞാൻ ചോദിക്കുന്നത് ശരിയാണോന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ചോദിക്കാം, ഈ ഡിവോഴ്സ് കുറച്ച് നാളത്തേക്കൊന്ന് നീട്ടിവെക്കാൻ പറ്റുമോ? ചെയ്യരുതെന്നല്ല, കുറച്ച് നാളത്തേക്ക് ഒന്ന് നീട്ടിവെച്ചൂടെ? ഞങ്ങളുടെ സ്വാർത്ഥതയാ, എന്നാലും ഇപ്പോഴുള്ള സന്തോഷം പെട്ടെന്നില്ലാതാവെന്ന് ഓർക്കുമ്പോൾ വേറെ എന്താ പറയണ്ടെന്നറിയില്ല. ഞാൻ ചോദിച്ചത് തെറ്റാണെങ്കിൽ എന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞ് ഹരീഷ് കൈകൂപ്പുകയാ. നികേഷും നിധിയോടായി ഏട്ടത്തി വേണമെങ്കിൽ സുധീഷേട്ടനെ ഡിവോഴ്സ് ചെയ്തോ, അതിൽ ഞങ്ങൾക്ക് വിഷമമില്ല, പക്ഷേ ഇവിടുന്ന് പോവാതിരുന്നാ പോരെ, ഇവിടെ താമസിച്ചൂടെ എന്ന് വീണ്ടും കരച്ചിലോടെ ചോദിക്കുമ്പോൾ നിധി വേണമെങ്കിൽ ഡിവോഴ്സ് വാങ്ങിച്ചോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, നിധിക്ക് വേണ്ടിയാ ഞാൻ ഈ വിവാഹം കഴിച്ചത്, എൻ്റെ ജീവിതം തന്നെയായിരുന്നു ഞാൻ അന്ന് പണയം വെച്ചത്, ഇത് വെറും നാടക കല്യാണം, കള്ള കല്യാണം, ഫേക്ക് മാരേജ് അങ്ങനെയൊക്കെ പറയാം, പക്ഷേ എൻ്റെ ലൈഫിൽ ഒരു കല്യാണം നടന്നു, അറിഞ്ഞോ അറിയാതെയോ നിങ്ങളെല്ലാവരും കൂടി നാട്ടുകാരുടെ മുന്നിൽ വെച്ച് അത് ഉറപ്പിക്കുകയും ചെയ്തു. ഇത് നാട്ടിലെ ഓരോരുത്തരെയും കണ്ട് ഒരു ഫേക്ക് മാരേജ് ആയിരുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഞാൻ എൻ്റെ ജീവിതം വെച്ചാ കളിക്കുന്നതെന്ന് നോക്കുക പോലും ചെയ്യാതെ അത് ചെയ്തത്. ഇനിയിപ്പോൾ ഡിവോഴ്സ് വേണമെങ്കിൽ അതും ആവാട്ടോ, ഇതിക്ക് വേണ്ടി അതും ചെയ്യാൻ ഞാൻ തയ്യാറാണെന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ എടാ നിങ്ങളോടല്ലേ ഇന്നലെ രാത്രി മുഴുവൻ ഞാൻ സംസാരിച്ചത്, ഇതൊന്ന് അവസാനിപ്പിക്കേ, എല്ലാരും കൂടി ആ കുട്ടിയെ ഇങ്ങനെ കഷ്ടപ്പെടുത്തല്ലേ എന്ന് സുഭാഷും വഴക്കു പറയുകയാ. അങ്ങനൊരു സമയത്ത് കല്യാണം എന്ന തീരുമാനമെടുക്കുമ്പോൾ നിന്റെ മാത്രമല്ല ആ കുട്ടിയുടെ ജീവിതവും അവിടെ പണയം വെക്കുകയായിരുന്നു. എടാ അതൊരു ഫേക്ക് മാരേജ് ആണെന്ന് ബോധ്യപ്പെടുത്തിയിട്ടല്ലേ ആ കുട്ടി അതിന് തയ്യാറായത്, അപ്പൊ പിന്നെ അവളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കരുത് സുധീഷ് എന്ന് സുഭാഷ് പറയുമ്പോൾ അയ്യോ സുഭാഷ് ഏട്ടാ ഞാൻ അവളെ കുറ്റപ്പെടുത്തിയതല്ല, ഞാനും ഒരുപാട് വിഷമം അനുഭവിക്കുന്നുണ്ട്, ഞാനും സങ്കടപ്പെട്ട് ഉള്ളുലഞ്ഞു തന്നെയാ കടന്നു പോകുന്നത്, എന്നാലും നിധിക്കൊരു ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കാൻ തയ്യാറാണെന്നാ ഞാൻ പറഞ്ഞത് എന്ന് സുധീഷും പറയുന്നുണ്ട്. നികേഷ് അപ്പോഴേക്കും നിധിയോടായി
സോറി ഏട്ടത്തി. ഹരീഷേട്ടൻ പറഞ്ഞതുപോലെ ഞങ്ങൾ ഞങ്ങളുടെ സ്വാർത്ഥത കൊണ്ട് ചോദിച്ചതാ. സോറി എന്ന് പറയുമ്പോ ഇല്ല നികേഷേ, ശരിക്കും ഞാനാ നിങ്ങളോടൊക്കെ സോറി പറയേണ്ടത്. എനിക്ക് കയറി കിടക്കാൻ ഒരിടം തന്നതല്ലേ എന്ന് ടെൻഷനോടെ പറയുമ്പോ അയ്യോ മോളെ അങ്ങനൊന്നും പറയല്ലേ മോളെ, അങ്ങനൊരു ക്ലെയിമും ഇവിടെ ആർക്കുമില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, ആഗ്രഹിക്കുന്ന പോലെ ഡിവോഴ്സിന് അപ്ലൈ ചെയ്താൽ കുറച്ച് നാളുകൾ എടുക്കും. അത്രയും കാലം നിനക്കിവിടെ താമസിച്ചൂടെ? ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ പോയി താമസിക്കുന്നതിലും നല്ലതല്ലേ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങൾ ആരും നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കില്ല. ജോലി ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് ജോലി ചെയ്യാം, പഠിക്കണമെങ്കിൽ ഇവിടെ നിന്ന് പഠിക്കാം. നിന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ സാധിക്കാൻ ഞങ്ങൾ കൂടെ നിൽക്കാം. മോളെ, എന്ത് തീരുമാനിച്ചാലും അത് ഇവിടെ നിന്ന് ചെയ്തൂടെ എന്ന് സുഭാഷ് പറയുമ്പോഴേക്കും പ്രതീക്ഷയോടെ ശരിയെന്ന് പറയേട്ടത്തി പ്ലീസ് എന്ന് നികേഷും. നിങ്ങളുടെ കല്യാണം എങ്ങനെയാന്ന് എനിക്കറിയില്ല, പക്ഷേ ഏട്ടത്തിന്ന് വിളിച്ച് കൂടെ നടക്കുമ്പോൾ സംസാരിക്കുമ്പോൾ അമ്പലത്തിൽ പോകുമ്പോൾ അപ്പോഴൊന്നും നാളെ ഇതില്ലാതാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പ്ലീസ് പോവരുതെന്ന് പറഞ്ഞ് അവൻ കൈകൂപ്പിക്കൊണ്ട് കരഞ്ഞോണ്ടിരിക്കുക. നീയും അവന്റെ കയ്യിൽ പിടിച്ചോണ്ട് കരയില്ലേ കരയില്ലേ നികേഷേ എന്ന് പറഞ്ഞ് സങ്കടത്തോടെ എല്ലാവരെയും നോക്കിക്കൊണ്ട് ഒരു നിമിഷം ആലോചിച്ച് ശരി സമ്മതിച്ചു, തൽക്കാലം ഞാൻ പോകുന്നില്ല പോരെ എന്ന് ചോദിക്കുന്ന കേൾക്കെ നികേഷിനും സന്തോഷമാവുന്നുണ്ട്. അവളുടെ മറുപടി കേട്ട് എല്ലാവരും ആശ്വാസത്തോടെ നിൽക്കുമ്പോഴേക്കും എന്നാലും ഇനിയുള്ള കാലം സുധീഷിന്റെ വൈഫായിട്ടിരുന്നൂടെന്ന് ഒരുത്തനെങ്കിലും ചോദിക്കാൻ തോന്നുന്നുണ്ടോന്ന് നോക്ക്. എന്റെ കല്യാണം പൊളിഞ്ഞു പോയാലും ഒരു പ്രശ്നമില്ല, ഡിവോഴ്സ് വരെ ചെയ്യണം, എന്നാലും നിധി ഇവിടെ നിന്ന് പോകരുത്. എന്റെ ലൈഫിനെ കുറിച്ച് ഓർത്ത് ഒരു ടെൻഷനുമില്ല എന്നൊക്കെ സുധീഷും മനസ്സിൽ പിറുപിറുത്തോണ്ട് നിൽക്കുക. നികേഷും സന്തോഷത്തോടെ അപ്പോ ഏട്ടത്തി പോവില്ലെന്ന് ഉറപ്പാണല്ലോ എന്ന് ചോദിക്കുമ്പോൾ തൽക്കാലത്തേക്ക് പോകുന്നില്ല പോരെ എന്ന് നിധിയും. നികേഷും സന്തോഷത്തോടെ ചിരിയോടെ മതി, കുറച്ചു നാളത്തേക്ക് ഇവിടെ ഉണ്ടാവുമല്ലോ, അത് മതി എന്ന് പറഞ്ഞ് സുധീഷിന്റെ അരികിലേക്ക് ചെന്ന് കേട്ടില്ലേട്ടാ തൽക്കാലം ഏട്ടത്തി പോകുന്നില്ലെന്ന്. കുട്ടികൾക്ക് സുധീഷും സന്തോഷത്തോടെ അവനെ ചേർത്ത് പിടിക്കുക. സുഭാഷും നിധിയുടെ അരികിലേക്ക് ചെന്ന് മോളെ, നീ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ ജീവിക്കും മോളെ. നിന്റെ വീട്ടിലിരുന്ന് നിനക്ക് ചെയ്യാൻ പറ്റാത്തത് എന്തൊക്കെയായിരുന്നോ അതൊക്കെ നിനക്ക് ഇവിടെ ഇരുന്ന് ചെയ്യാം, കൂടെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും എന്ന് പറയുമ്പോ ശരി സുഭാഷേട്ടാ, പക്ഷേ ഇക്കാര്യത്തിൽ നിങ്ങൾ ആരും ഇനി വിഷമിക്കരുത് എന്ന് എല്ലാവരോടുമായി പറഞ്ഞ് നികേഷിനോടായി നികേഷെ ഇനി കരയരുത് പ്ലീസ് എന്ന് പറയുമ്പോ ഏയ് ഇല്ല ഏട്ടത്തി ഞാൻ ഹാപ്പിയായി, ഇനി കരയില്ല എന്ന് നികേഷും ചിരിയോടെ അവളോടായി പറഞ്ഞ് പൂജ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്ന് നിന്ന് കൈകൂപ്പി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് കാണാൻ സുഭാഷും ഹരീഷും അവന്റെ അരികിലേക്ക് ചെന്ന് അവനെ ചേർത്ത് പിടിക്കുമ്പോഴേക്കും സുധീഷും സന്തോഷത്തോടെ അവരുടെ അടുത്തേക്ക് വന്ന് യേശേ നമ്മുടെ നിധി പോകുന്നില്ല എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുന്ന കണ്ട് സുഭാഷ് ദേഷ്യത്തോടെ അവനെ നോക്കുന്നുണ്ട്. അവനും ഒരു ചമ്മലോടെ വീണ്ടും സുഭാഷിനെ ചേർത്ത് പിടിച്ച് നിൽക്കുകയാ. പിന്നീട് അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന സുഭാഷിന്റെ അരികിലായി നിൽക്കുന്നുണ്ട് നികേഷും ഹരീഷും. ഹരീഷ് സുഭാഷിനോടായി സോറി സുഭാഷേട്ടാ, എന്നോട് ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്തിന്, നീ അത് മനസ്സിൽ നിന്ന് ഇതുവരെ വിട്ടില്ലേ എന്ന് സുഭാഷും. വക്കീൽ അത് പറഞ്ഞു കേട്ടത് എനിക്ക് ഭയങ്കര ഷോക്കായിപ്പോയി, അതാ ഞാൻ അപ്പോൾ തന്നെ വന്നത് എന്ന് ഹരീഷ് പറയുമ്പോൾ ഏട്ടത്തി പോവാന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഞാനും ആകെ പേടിച്ചു പോയി സുഭാഷേട്ട. നമ്മുടെ അച്ഛനടക്കം എല്ലാവരും ഒന്ന് ഒരുപാട് മാറി വരുമായിരുന്നു, പെട്ടെന്ന് അതൊക്കെ പഴയ മട്ടിലാവുമെന്നോർത്ത് പേടിച്ചു പോയി എന്ന് നികേഷും പറയുമ്പോൾ എടാ ഇനിയും അത് തന്നെ ഓർത്ത് വിഷമിക്കുന്നത് എന്തിനാ, അവൾ എന്തായാലും പോവില്ലെന്ന് പറഞ്ഞില്ലേ എന്ന് സുഭാഷും. അപ്പോഴേക്കും ഹരീഷും ആദ്യം മുതലേ എനിക്ക് സംശയമുണ്ടായിരുന്നു, ദിവസവും സുധീഷ് ഏട്ടൻ നമ്മുടെ ഒപ്പം വന്ന് കിടക്കുന്നു, രണ്ടുപേരും സംസാരിക്കുന്ന രീതിയും ശരിയല്ല, എന്തോ കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു, പക്ഷെ അതിന്റെ പേരിൽ ഞാൻ സംശയിച്ചതും ശകാരിച്ചതുമൊക്കെ സോറി സുഭാഷ് ഏട്ടാ എന്ന് ഹരീഷ് പറയുന്നത് കേൾക്കെ ഹരീഷ് ഏട്ടൻ എന്തിനാ സുഭാഷ് ഏട്ടനോട് സോറി പറയുന്നു, നിങ്ങൾ തമ്മിൽ വേറെ എന്തെങ്കിലും സംസാരമുണ്ടായോ എന്ന് നികേഷും ചോദിക്കുക. ഏയ് എന്നെങ്കിലും ഒരിക്കൽ നിധിക്ക് സുധീഷിനെ ഇഷ്ടപ്പെടുന്നൊരു ദിവസം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അവൻ അവളെ വലിയ ഇഷ്ടമാ, അവന്റെ ഇഷ്ടം സാധിക്കാൻ ചെറിയ ചെറിയ നുണകൾ പറയേണ്ടി വന്നു. അവൻ സ്നേഹമുള്ളവനാ, ഒരാൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരണമെന്ന് ഒരിക്കലും അവൻ വിചാരിക്കില്ല. അങ്ങനെയുള്ളപ്പോ നല്ലൊരു ജീവിതം അവനും ഉണ്ടാവും, അവളെ അവന് ഇഷ്ടാവും, ഈ വീട്ടില് അവൾ എല്ലാ കാലത്തും ഉണ്ടാവും. പണ്ടുള്ളവര് പറയുന്ന പോലെ ഈ വീടിന്റെ വിളക്കായി വന്നവളല്ലേ, ആ വിളക്ക് കെട്ടുപോവില്ല. കേൾക്കുന്നവർക്ക് ചിലപ്പോ നമ്മുടെ സ്വാർത്ഥതയാണെന്ന് തോന്നും, എന്നാലും അവന് നല്ല ബുദ്ധി തോന്നി, അവൻ നല്ല മനുഷ്യനായി മാറി അവളുമായി സന്തോഷത്തോടെ ഈ വീട്ടിൽ ജീവിച്ച അതിലും വലിയ സന്തോഷം വേറെയുണ്ടോ എന്ന് സുഭാഷ് പറയുന്ന കേട്ട് ശരിയാ സുഭാഷ് ഏട്ടാ, അങ്ങനൊരു ദിവസം വരും എനിക്കുറപ്പാ എന്ന് നികേഷും. പക്ഷെ ഒരിക്കലും നമ്മളായിട്ട് അവൾക്കൊരു വിഷമം ഉണ്ടാക്കരുത്, ആ കുട്ടിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കണം, പഠിക്കണമെങ്കിൽ പഠിക്കണം, ജോലി ചെയ്യണമെങ്കിൽ ജോലി, എല്ലാം സുധീഷിന്റെ കൂടെ ജീവിക്കുന്നു എന്ന് കരുതി നിധിയുടെ ഇഷ്ടങ്ങൾ നടക്കാതെ പോവരുത്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എടാ അവൾക്കേ സുധീഷിനോട് തനിയൊരു ഇഷ്ടം തോന്നണം, അത്രയും കാലം അവൻ കാത്തിരിക്കട്ടെ, ആ ഇഷ്ടം ഉണ്ടാവാൻ വേണ്ടി നമ്മളായിട്ടൊന്നും ചെയ്യരുത്. തനിയെ പഴുക്കുന്നതും തല്ലി പഴുപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്, ഈ മനുഷ്യര് തമ്മിലുള്ള ഇഷ്ടവും അങ്ങനെയാ എന്ന് സുഭാഷ് പറയുന്നത് കേൾക്കെ ആ കാര്യത്തിലും സുഭാഷ് ഏട്ടന് ഉദാഹരണം ഭക്ഷണം തന്നെയല്ലേ എന്ന് നികേഷും. ഒരു ചിരിയോടെ സുഭാഷും പാചകത്തിലേക്ക് തിരിയുകയാ. പിന്നീട് ഡൈനിങ് ഹാളിലിരുന്ന് മൊബൈൽ നോക്കിക്കൊണ്ടിരുന്ന നികേഷിന്റെ അരികിലേക്ക് 2 പ്ലേറ്റുകളിൽ മാങ്ങ മുറിച്ചിട്ടതുമായി ഹരീഷ് എത്തി. ഇതിലേത് വേണമെന്ന് ചോദിക്കുമ്പോൾ
അവൻ ഒരു പ്ലേറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോഴേക്കും അവൻ അതെല്ലാം നോക്കിക്കൊണ്ട് ഒരു പ്ലേറ്റ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാ ഇത് പിടിക്കെന്ന് പറഞ്ഞ് അവൻ മറ്റേ പ്ലേറ്റ് കൊടുക്കുമ്പോഴേക്കും പിന്നെന്തിനാ ചോദിച്ചത് എന്ന് നികേഷും ചുമ്മാ എന്ന് പറഞ്ഞ് അവൻ അപ്പുറത്ത് ചെന്നിരുന്ന് കഴിക്കുമ്പോഴേക്കും സുധീഷ് അങ്ങോട്ട് കയറി വന്ന് എടാ ഹരീഷേ എന്ന് വിളിക്കുമ്പോൾ മാങ്ങ വേണോന്ന് ഹരീഷും എനിക്ക് വേണ്ടെന്ന് പറഞ്ഞ് അവൻ ഹരീഷിന്റെ അരികിലേക്ക് നടന്നു വന്നിരുന്ന് ഡാ നീയേ എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയുമ്പോൾ ഞാനിപ്പോ സപ്പോർട്ട് ചെയ്തെന്ന് ഹരീഷും ആ ഡിവോഴ്സ് വിഷയം കുറച്ചു നാളത്തേക്ക് നീട്ടിവെച്ചൂടെ എന്ന് നീ നിധിയോട് ചോദിച്ചില്ലേ സുധീഷ് ചോദിക്കുമ്പോൾ ഓ അതോ എന്ന് ഹരീഷും പൊതുവെ വായ തുറക്കില്ല പക്ഷേ പറയേണ്ടത് കൃത്യസമയത്ത് പറയും അതാണ് എന്റെ ഹരീഷ് മോൻ എന്ന് ഹരീഷിനെ പൊക്കി പറഞ്ഞുകൊണ്ട് നികേഷിനോടായി എടാ എന്ത് കരച്ചിലായിരുന്നടാ നീ പട്ടി മോങ്ങുന്നത് പോലെയാ മോങ്ങിയത് എന്ന് സുധീഷ് പറയുമ്പോൾ അത് പിന്നെ കരച്ചിൽ വന്നാൽ കരയണ്ടെന്ന് നികേഷും സുധീഷേട്ടൻ നീ വീട്ടിൽ നിന്ന് പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ കരയില്ല പക്ഷെ ഏട്ടത്തിയുടെ കാര്യം അങ്ങനെയാണോ എന്തുമാത്രം സങ്കടമായി എന്നറിയോ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ അത് തന്നെ എന്നെന്തായാലും ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഞാനൊരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു ആ പെൺകുട്ടിയെ എല്ലാവർക്കും ഇഷ്ടമായി പക്ഷെ എന്നെ ആർക്കും കണ്ടുകൂടാ എന്ന് സുധീഷ് പറയുമ്പോൾ ഏയ് അങ്ങനെയൊന്നും ഇല്ലേട്ടാ എന്ന് നികേഷും പറയുമ്പോൾ നേരെ കണ്ണിറുക്കിക്കൊണ്ട് ഏയ് ഇത്തിരി അങ്ങനെയുണ്ട് അതിലിപ്പോ എന്താ സംശയം എന്ന് ഹരീഷും അപ്പോഴേക്കും നിധി അങ്ങോട്ട് കടന്നു വന്ന് വരാല്ലോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഇത് പത്മനാഭപുരം പാലസ് ആണല്ലോ ടിക്കറ്റ് എടുത്തിട്ട് വേണമല്ലോ അകത്തേക്ക് വരാൻ എന്ന് സുധീഷും കളിയാക്കുന്നുണ്ട് നിധി പരുങ്ങളോടെ നിൽക്കുമ്പോഴേക്കും ഏട്ടത്തി മാമ്പഴം വേണോ എന്ന് നികേഷും വേണ്ടെന്ന് അവനോടായി പറഞ്ഞ് എന്തോ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നല്ലോ ഞാൻ വന്നത് ഡിസ്റ്റർബൻസ് ആയോ എന്ന് നിധി ചോദിക്കുക അതെ അതെ ഞങ്ങൾ സ്ഥലം വാങ്ങി ഒരു റിസോർട്ട് പണിയുന്നതിനെ കുറിച്ചുള്ള ഡിസ്കഷനിലായിരുന്നേ ഓരോരുത്തരുടെയും അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്നതിനെ കുറിച്ച് പറയുകയായിരുന്നു എന്ന് സുധീഷ് പറയുമ്പോൾ വളിപ്പ് വീട് സുഭാഷേട്ടാ എന്ന് ഹരീഷും ഏട്ടത്തി വാ ഇങ്ങോട്ടിരിക്കാമെന്ന് നികേഷ് വിളിക്കുമ്പോഴേക്കും നിധി അവനരികിലേക്കായി വന്നിരിക്കുന്നുണ്ട് അപ്പോഴേക്കും അവൾ പറയുന്നുണ്ട് ഞാൻ ഒരു കാര്യം സംസാരിക്കാൻ വന്നതാ പറയേട്ടത്തി എന്ന് നികേഷും ചോദിക്കുന്നത് ശരിയാണോന്ന് അറിയില്ല എന്നാലും ചോദിക്കാം നിങ്ങൾ എന്താ സുഭാഷേട്ടന്റെ കല്യാണമൊന്നും ആലോചിക്കാത്തെ എന്നവൾ ചോദിക്കുന്നത് കേൾക്കെ നല്ല കാര്യമായി ഞങ്ങൾ ആലോചിക്കാത്തെന്നാണോ വിചാരിച്ചിരിക്കുന്നത് അതൊക്കെ ഞങ്ങൾ ഒരുപാട് ആലോചിച്ചതാ കുറെ പെണ്ണ് കാണുകയും ചെയ്തു പക്ഷേ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല എന്ത് ചെയ്യാം എന്ന് സുധീഷ് പറയുമ്പോൾ അന്നൊരു ബ്രോക്കർ വന്ന് ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ അതിനുശേഷം അതിനെ പറ്റിയൊന്നും സംസാരിച്ചില്ല എന്ന് നിധിയും അത് കേൾക്കെ നികേഷും അയാൾ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി പെണ്ണ് കാണിക്കും പക്ഷെ ഒന്നും നടക്കില്ല അയാളുടെ കൂടെ നടന്നിട്ടാ ആളുകൾ സുഭാഷേട്ടനെ ഇന്ന് കാപ്പി കൂടിയുണ്ടോ എന്നും ചോദിച്ച് കളിയാക്കുന്നത് എന്ന് പറയുമ്പോ എന്ന് വെച്ച് അതിന് വേണ്ട അങ്ങ് വീട്ടേക്കാന്ന് തീരുമാനിച്ചോ എന്ന് നിധിയും അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല ചേട്ടന്റെ കല്യാണം കഴിയണമെന്ന് തന്നെയാ ഞങ്ങളുടെയും ആഗ്രഹം എന്ന് സുധീഷ് പറയുമ്പോ സുനന്ദയുടെ കല്യാണം നടക്കാൻ പോവുക അത് സുഭാഷേട്ടനെ നന്നായി ബാധിച്ചിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നിധി ചോദിക്കുമ്പോ അതിനെ ബാധിക്കാൻ എന്താ ഉള്ളേ എന്ന് ഹരീഷും സുനന്ദയ്ക്ക് സുഭാഷേട്ടനെ ഇഷ്ടമാ സുഭാഷേട്ടനും അങ്ങനെ തന്നെയാന്നാ ഞാൻ വിചാരിക്കുന്നേ എന്ന് നിധി പറയുമ്പോൾ അത് നടക്കാൻ പോകുന്നില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം സുഭാഷേട്ടനെ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആ വീട്ടിൽ ആരും സമ്മതിക്കില്ല എന്നാ പിന്നെ ആ കുട്ടി ധൈര്യത്തോടെ ഒന്നും ചെയ്യുമില്ല എന്ന് ഹരീഷ് പറയുമ്പോൾ എല്ലാരെ കൊണ്ടും വീട്ടുകാരെ എതിർത്ത് ധൈര്യത്തോടെ ഒരു കാര്യം ചെയ്യാൻ സാധിക്കണമെന്നില്ല ഹരീഷെ സുനന്ദയ്ക്ക് സുഭാഷേട്ടനെ ഇഷ്ട പക്ഷേ ഒരു തീരുമാനമെടുത്ത് ഇറങ്ങിപ്പോരാൻ ധൈര്യമില്ലാതായിന്നേ ഉള്ളൂ എന്ന് നിധി ഓർമ്മിപ്പിക്കുമ്പോൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല നടക്കാണ്ടിരിക്കുന്നതാ ഒരു കണക്കിന് നല്ലത് എന്ന് ഹരീഷ് പറയുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്ത് സുധീഷും അത് ശരിയാ ആ വീടും നമ്മളും ഒരിക്കലും ചേരാൻ പോകുന്നില്ല നമ്മൾ ഒറ്റ കാലിൽ നിന്ന് വാശി പിടിച്ചാലും ആ വീട്ടുകാർ ഈ കല്യാണത്തിന് സമ്മതിക്കാൻ പോകുന്നില്ല എന്ന് സുധീഷും പറയുന്നുണ്ട് അതെ ഏട്ടത്തി നമുക്ക് വേറെ കല്യാണം ആലോചിക്കുന്നതാ നല്ലത് ഏട്ടത്തി പറഞ്ഞ പോലെ ആ ചേച്ചിയുടെ കല്യാണം നടക്കുമ്പോൾ സുഭാഷേട്ടന് വിഷമമൊക്കെ ഉണ്ടാവും പക്ഷേ മറ്റൊരു കല്യാണം കഴിച്ചാൽ അതൊക്കെ മാറിക്കോളും എന്ന് നികേഷും പറയുന്നുണ്ട് ചേട്ടന് പെണ്ണ് കാണാൻ പോകുമ്പോഴേ സുനന്ദയ്ക്ക് വലിയ ടെൻഷനാ എന്നാ വിവാഹം നടക്കില്ലെന്നറിയുമ്പോ വലിയ ഹാപ്പി ആവുകയും ചെയ്യും അത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ലല്ലോ ആ കുട്ടിയുടെ ഭാഗത്തുനിന്നും ഒരു ഇനീഷ്യേറ്റീവ് ഒക്കെ വേണ്ടേ അല്ല നമ്മൾ മുൻകൈ എടുക്കാന്ന് വെച്ചാലേ ആ കുട്ടി വീട്ടുകാരെ വിട്ട് നമ്മുടെ കൂടെ നിൽക്കണ്ടേ പിന്നെന്ത് ചെയ്യാനാ എന്ന് സുധീഷിന്റെ ചോദ്യം കേട്ട് ആലോചനയോടെ ഇരിക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.